റഷ്യൻ സർക്കാരിനു വേണ്ടി ലോകമെമ്പാടും സൈനിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള റഷ്യൻ കൂലിപ്പടയാളി ഗ്രൂപ്പാണ് വാഗ്നർ ഗ്രൂപ്പ്. റഷ്യയിൽ സ്വകാര്യ സൈനിക കമ്പനികൾ നിയമവിരുദ്ധമാണെങ്കിലും വാഗ്നറും റഷ്യൻ സൈന്യവും രഹസ്യാന്വേഷണ ഘടകങ്ങളും തമ്മിലുള്ള വിപുലമായ ബന്ധം വളരെ കാലമായി അനുമാനിക്കപ്പെട്ടിട്ടുണ്ട്. 2022 ഡിസംബറിൽ റഷ്യയിൽ ഒരു നിയമപരമായ സ്ഥാപനമായി PMC വാഗ്നർ സൃഷ്ടിക്കപ്പെട്ടു. ഈ വാഗ്നർ ഗ്രൂപ്പ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുകയാണ്. പശ്ചിമാഫ്രിക്കയിൽ നടത്തിയ ക്രൂരപ്രവർത്തികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷണം നടത്തുകയാണ്. ഇത്തരം ഭീകര ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കാമോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. വാഗ്നർ ഗ്രൂപ്പിനെതിരെ ഗുരുതരമായ യുദ്ധക്കുറ്റ ആരോപണങ്ങൾ ഉയരുന്നതായി അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടും വെളിപ്പെടുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ സമർപ്പിച്ച രഹസ്യ റിപ്പോർട്ട് വാഗ്നർ ഗ്രൂപ്പ് നടത്തിയ ക്രൂരതകളെ കുറിച്ചാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച നരഭോജനത്തെ സൂചിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. സഹാറ മരുഭൂമിയുടെ തെക്കൻ ഭാഗമായ സഹേൽ മേഖലയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി സൈനിക സർക്കാർ പോരാടുമ്പോൾ അക്രമം റെക്കോർഡ് നിലവാരത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോകത്ത് തീവ്രവാദത്തിന് ഇരയായ 8000 പേരിൽ പകുതിയോളം ഈ പ്രദേശത്താണ് കൊല്ലപ്പെട്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ റിപ്പോർട്ട് പ്രകാരം സഹേൽ തീവ്രവാദത്തിന്റെ ഏറ്റവും മാരകമായ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഈ മേഖലയിൽ നിന്ന് പിന്മാറിയപ്പോൾ റഷ്യൻ വാഗ്നർ ഗ്രൂപ്പ് വഴി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സൈനിക സഹകരണം വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ സഹകരണം പതിറ്റാണ്ടുകളായി കാണാത്ത ക്രൂരതകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കാരണമായെന്ന് നിരീക്ഷകർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ വാഗ്നർ പോരാളികൾ പങ്കുവച്ച വീഡിയോകളിൽ സൈനിക യൂണിഫോമിലുള്ളവർ സാധാരണക്കാരുടെ മൃതദേഹങ്ങൾ മുറിക്കുന്നതും അവയവങ്ങൾ വേർതിരിക്കുന്നതും നരഭോജനത്തെ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും കാണാം. ഒരു സൈനികൻ മനുഷ്യന്റെ കരൾ കഴിക്കാൻ പോകുന്നതായും മറ്റൊരാൾ ഹൃദയം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതായും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വാഗ്നർ പോരാളിയോ മുൻ അംഗങ്ങളോ നിയന്ത്രിക്കുന്ന ടെലിഗ്രാം ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവയ്ക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ വീഡിയോയിൽ വാഗ്നറിന്റെ ലോഗോയും ഉണ്ട്. ഈ ദൃശ്യങ്ങൾ യുദ്ധക്കുറ്റങ്ങൾക്കുള്ള തെളിവായി വർത്തിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ICCക്ക് സമർപ്പിച്ച റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തന്നെ യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് വാദിക്കുന്നു. ഇത്തരമൊരു വാദം ആദ്യമായാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഉന്നയിക്കപ്പെടുന്നത്. മാലിയിൽ 2000-ലധികം റഷ്യൻ കൂലിപ്പടയാളികൾ രാജ്യത്തിന്റെ സൈന്യത്തിനോടൊപ്പം പോരാടുന്നുണ്ട് എന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. 2023 വാഗ്നർ നേതാവ് യെവ്ജെയിനി പ്രഗോഷിൻ വിമാനാപകടത്തിൽ മരിച്ചതിനു ശേഷം റഷ്യ ആഫ്രിക്കൻ കോർപ്സ് എന്ന പുതിയ സംഘടനയെ വികസിപ്പിച്ചു. ഈ മാസം വാഗ്നർ മാലിയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചെങ്കിലും ആഫ്രിക്കൻ കോർപ്സ് പ്രവർത്തനം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ICCയുടെ റോം ചട്ടപ്രകാരം വ്യക്തികളുടെ അന്തസ്സിനെ അപമാനിക്കുന്ന പ്രവർത്തികൾ യുദ്ധക്കുറ്റമാണ്. UC ബെർക്ക്ലി നിയമ വിദഗ്ധർ സമർപ്പിച്ച റിപ്പോർട്ട് വാഗ്നർ സോഷ്യൽ മീഡിയയെ ആയുധമാക്കി ക്രൂരതകൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. 2021 ഡിസംബർ മുതൽ 2024 ജൂലൈ വരെ മാലിയിൽ നടന്ന കൊലപാതകങ്ങൾ, പീഡനം, നരഭോജനം തുടങ്ങിയവ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ICC മാലിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. മാലിയിൽ വാഗ്നർ ഗ്രൂപ്പിന്റെ ഇടപെടൽ യുദ്ധക്കുറ്റങ്ങൾ വർദ്ധിക്കാൻ കാരണമായി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ടെലിഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ തലവെട്ടൽ, അവയവഛേദം തുടങ്ങിയ ക്രൂര പ്രവർത്തികളുടെ വീഡിയോകളും ചിത്രങ്ങളും വാഗ്നർ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നതായി ആരോപണം ഉയരുന്നുണ്ട്. വാഗ്നർ ഗ്രൂപ്പിന് പുറമെ 2021 ഡിസംബർ മുതൽ 2024 ജൂലൈ വരെ മാലിയിൽ നടന്ന കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, നരഭോജനം തുടങ്ങിയ ക്രൂരകൃത്യങ്ങളിൽ മാലി, റഷ്യൻ സർക്കാരുകളുടെ പങ്കും ICC അന്വേഷിക്കണമെന്നും റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു.